ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ലോകത്ത് മൊത്തം 3 യുദ്ധങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ, അത് യുദ്ധമല്ല, പക്ഷെ നമ്മൾ നിർത്തിവെച്ചിട്ടില്ല എന്ന് പറയുന്നു. രണ്ടാമത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള അതിഭീകരമായിട്ടുള്ള യുദ്ധം. ഇപ്പൊ എനിക്ക് തോന്നുന്നു 3-3.5 വർഷമായി, 4-ാം വർഷത്തിലോട്ട് അടുക്കുന്നു. അത് കഴിഞ്ഞിപ്പോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം. പിന്നെ അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറയാം, അതൊരു സംഘർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വൻ യുദ്ധം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇറാൻ ഞങ്ങൾ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുകയും ചെയ്യും, 2 ക്ലസ്റ്റർ ബോംബ് അങ്ങോട്ട് അയക്കുകയും ചെയ്യും. വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിന് കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കേരളത്തിലെ സുഡാപ്പികൾക്ക് അത്യാവശ്യം സന്തോഷമായി. കാരണം അവിടെയുള്ള ഈ ഹോസ്പിറ്റൽസ് തകർക്കുന്നത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇസ്രായേൽ ഇറാനെ നോക്കി പറഞ്ഞത്. അപ്പൊ കാണാം ഇവിടെയുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകരടക്കം, ഹാഷ്മി അടക്കം പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് കേട്ടോ. കാരണം ഈ ഇസ്രായേലിലുള്ള കുട്ടികളൊക്കെ മരിക്കുമ്പോൾ ഇവർക്ക് സന്തോഷമാണ്. പക്ഷെ ഇപ്പുറത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവർ ഇരവാദം മുഴക്കും. ഇവർ ആ മാനവികതയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്, ഇവർ ആ ഒരു ടെററിസത്തിന്റെ ആ ഒരു ബേസിൽ, ആ ഒരു സംഭവത്തിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ എവിടെ കുട്ടികൾ മരിച്ചാലും വിഷമം തോന്നണ്ടേ? ഇപ്പൊ നമുക്ക് തന്നെ പലസ്തീനിൽ കുട്ടികൾ മരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. എനിക്ക് ബേസിക്കലി എനിക്ക് അവിടെ പലസ്തീനിൽ കുട്ടികളൊക്കെ മരിക്കുമ്പോൾ വിഷമം തോന്നും. പിന്നെ അത് കോമഡിയിലോട്ട് മാറുന്നത് യവന്മാര് ആ മരണത്തെ വെച്ച് വിലപേശുകയും ആ മരണത്തെ വെച്ച് മുതലെടുക്കുകയും ആ മരണത്തെ വലിയ രീതിയിൽ AI ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സഹതാപ തരംഗമുണ്ടാക്കി ബാക്കിയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് അവരുടെ കയ്യിലേക്ക് എത്തി അതുകൊണ്ട് വീണ്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ്. പിന്നെ ഈ കുട്ടികൾ എങ്ങനെ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേൽ കൊന്നുകളയുന്നതാണെന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം നമ്മൾ ബാഹുബലിയിൽ ഒരു സീന് കണ്ടിട്ടുണ്ടല്ലോ, അതായത് ബാഹുബലി മുന്നോട്ട് പോകുമ്പോൾ ഈ സിവിലിയൻസിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുന്നത്, അത് ഹമാസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നെയ്യാറ്റിൻകര പണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ BJP ഒരു മാർച്ച് നടത്തിയായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നു ഏതോ ഒരു തീവ്രവാദി ഇവിടെ വന്ന് വിളിച്ചിരുന്നു, അങ്ങനെ എന്തോ ഒരു കേസിലായിരുന്നു ആ മാർച്ച് നടത്തിയത്. അപ്പോ ഈ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടിൽ നിർത്തിയത് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോ അതുപോലെ ഹമാസ് ഈ കുട്ടികളെയും സ്ത്രീകളെയും എടുത്ത് മുന്നിലേക്ക് ഇടുകയാണ്. മുന്നിൽ ഈ ഹോസ്പിറ്റൽസിലൊക്കെ എന്താണ് ഇവര് ബോംബ് കൊണ്ടുവയ്ക്കുക, ഇവരുടെ ഹോസ്പിറ്റൽസ് ഇവരുടെ താവളമാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇസ്രായേലിലോട്ട് ബോംബ് വന്ന് വീണാൽ ഇസ്രായേലികൾ ഉറപ്പായിട്ടും മരിക്കും. അതിനെക്കാട്ടിലും ആ ഹോസ്പിറ്റൽ തകർക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇറാൻ ചെയ്തത് അങ്ങനെയല്ല. ഇറാൻ ഇസ്രായേലിന്റെ സിവിലിയൻസിനെ ഉന്നം വെച്ചടിച്ചതാണ്. അപ്പോൾ അതൊരു യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ സ്വാഭാവികമായിട്ട് ഇതിന് ഉറപ്പായിട്ട് പ്രതികാരം ചെയ്യും. ഇസ്രായേലിന്റെ പ്രതികാരം ഇറാന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. ഖമനേയി കൊല്ലപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ചോദിച്ചേട്ടാ, ഈ ചരിത്രവുമായിട്ടൊക്കെ പല ആൾക്കാരും കണക്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് എനിക്ക് കണ്ടു. കാരണം ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇറാനെ ഇസ്രായേൽ അടിക്കും, ഇതിനു ശേഷം ലോകം 2ആയി പിളരും, 2 പക്ഷമാകും എന്നൊക്കെ വലിയ ചർച്ചകൾ ഈ വെള്ളക്കുതിര, പച്ചക്കുതിര, മഞ്ഞക്കുതിര എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല ചാനലുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇറാൻ തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിന്റെ ഒരു ഘടന എങ്ങനെ മാറും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പൊ തന്നെ ഈ എവിടെയൊക്കെ യുദ്ധമുണ്ടോ അവിടെ എല്ലാം അമേരിക്കയുണ്ട്. അമേരിക്ക അതിൽ ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക എവിടെയെല്ലാം യുദ്ധമുണ്ടോ അതിൽ ഇടപെടുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇപ്പോ അമേരിക്കയുടെ ഒരു പഴയ ഒരു ശക്തിയില്ല, ഒരു വില അമേരിക്കയ്ക്ക് നല്ലപോലെ കുറഞ്ഞു വരുന്നുണ്ട്. ട്രംപ് വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. യുദ്ധം തുടങ്ങി വെക്കും. പണ്ടത്തെ അമേരിക്ക ആണെങ്കിൽ അമേരിക്ക പറയുമ്പോൾ യുദ്ധം നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അമേരിക്ക അങ്ങനെയല്ല. അമേരിക്ക പറയുമ്പോൾ നരേന്ദ്രമോദി മൈൻഡ് ചെയ്യുന്നില്ല, അമേരിക്ക പറയുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു മൈൻഡ് ചെയ്യുന്നില്ല, അമേരിക്ക പറയുമ്പോൾ പുടിൻ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ട്രംപിന് ദേഷ്യം കയറിയിട്ട് ട്രംപ് പറയുന്നത് ഇയാളുടെ തലയ്ക്കോളമാണ് എന്നാണ് ട്രംപ് കുതിഞ്ഞു നോക്കി പറയുന്നത്. ഒരു ഭരണാധികാരി വേറൊരു ഭരണാധികാരിയോട് പറയണം. അങ്ങനെ ആരും മൈൻഡ് ചെയ്യാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നിലവിലുള്ളത്. എന്നാൽ ഈ ഇസ്രായേലിനെ വെച്ച് ഇറാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഹിസ്ബുള്ളയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഹമാസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നു. ഈ മുസ്ലിം രാജ്യങ്ങൾ നോക്കുമ്പോൾ ഈ അമേരിക്ക ഇസ്രായേലിനെ വെച്ച് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇങ്ങനെ തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിന് ശേഷം എന്റെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ അനുസരിച്ച് ലോകക്രമം അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ 2ആയിട്ട് പിരിയാനുള്ളൊരു സാധ്യത ഇല്ലേ? അതായത് ഒന്ന്, യൂറോപ്പ് ഒരു ശക്തിയായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മാറി നിൽക്കും. ഇപ്പുറത്ത് ഏഷ്യയിൽ ഒരു വമ്പൻ ശക്തിയാകാൻ പോകുന്നത് RIC ട്രോയ്ക്ക എന്ന് പറയുന്ന, നമ്മൾ ഇതിനു മുമ്പ് RIC ട്രോയ്ക്ക ചർച്ച ചെയ്തിട്ടുണ്ട്. റഷ്യ ഇന്ത്യ ചൈന സഖ്യം, അവര് ഒരു വമ്പൻ ശക്തിയായിട്ട് ഇന്ത്യയിൽ അതിഭീകരമായിട്ട് അമേരിക്കയ്ക്ക് പോലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വളർന്നു വരാനുള്ള ഒരു സാധ്യതയില്ലേ എന്ന് പറഞ്ഞാൽ, ഇറാന്റെ ഒരു യുദ്ധം തീരുന്നതോടുകൂടി അല്ലെങ്കിൽ ഇറാൻ വീണ് കഴിഞ്ഞാൽ
അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇറാൻ വീണ് കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ്, ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ് ലോകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്? ഇത് ധനുഷ് പറഞ്ഞ കണക്ക് പഴയ ഒരു കാലമല്ല. അമേരിക്ക അങ്ങനെ സൂപ്പർ പവറും അല്ല ഇപ്പോൾ. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇറാൻ വിഷയം ഒരു നിർണായക വിഷയമാണ് ലോകത്തിന്റെ. അതൊരു നാഴികക്കല്ലായി മാറാൻ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാനിൽ അവര് നിർണായകമായിട്ടുള്ള ചില പോയിന്റുകൾ, ആണവായുധ കേന്ദ്രങ്ങൾ അടക്കം തകർക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രശ്നം തീരുമെങ്കിൽ അത് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾക്ക് നല്ലതാണ്. അതല്ല എങ്കിൽ ഇതിന്റെ ഗതി മാറും. കാരണം പഴയതുപോലെ അമേരിക്കയുടെ സ്വപ്നം ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സ്വപ്നവും ഇറാനിൽ നടക്കില്ല. കാരണം സ്വാഭാവികമായി തന്നെ അമേരിക്ക പണ്ട് 54 ചെയ്തതുപോലെ അവരുടേതായ ഒരു സർക്കാരിനെ സ്ഥാപിച്ചതിന്റെ തിക്തഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഭരണത്തിൽ കൈകടത്തിക്കൊണ്ട് അവരുടേതായ ഒരു സർക്കാരിനെ വെച്ച് വരുതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകുക, ഇല്ലെങ്കിൽ അവരുടെ ഒരു സാമന്ത രാജ്യമാക്കി ഇറാനെ മാറ്റാം എന്ന് അവർക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്നത് പ്രബലരായ 3 കക്ഷികളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലും സുഹൃത്താണ്, ഇറാനും സുഹൃത്താണ്. ചൈനയെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ എണ്ണയുടെ നട്ടല് ഇറാനാണ്. കാരണം റഷ്യയുടെ നിന്ന് അവരിപ്പോൾ കുറച്ച് എണ്ണയാണ് വാങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ഇറാന്റെ എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. മറ്റൊന്ന്, റഷ്യയെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ ഏറ്റവും ഉറച്ച പങ്കാളിയാണ്. ഈ ഇറാൻ എല്ലാവർക്കും ഒരു ഗേറ്റ് വേ ആണ് മിഡിൽ ഈസ്റ്റിലേക്കുള്ള. ഈ പറയുന്ന പ്രത്യേകിച്ച് ചൈനയ്ക്കും റഷ്യക്കുമുള്ള ഒരു ഗേറ്റ് വേ ആണത്. അപ്പോൾ അത് അവരുടെ ഒരു പ്രബലമായ ഒരു ഏരിയ. അവിടേക്ക് ഒരുപക്ഷെ ഈ ആണവായുധങ്ങൾ നിലയങ്ങൾ തകർക്കുന്നതിൽ ഇവർക്കൊക്കെ സന്തോഷമേ കാണൂ, ഈ റഷ്യക്കായാലും ചൈനയ്ക്കായാലും ഇന്ത്യക്കായാലും ഒക്കെ. കാരണം വേറൊരുത്തും വളർന്നു വരുന്നത് ആർക്കും അങ്ങനെ വലിയ താല്പര്യമുള്ള കേസല്ലല്ലോ. ഇനി അവന്റെ കയ്യിൽ ആണവായുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അവൻ വിലപേശുന്നതും കൂടെ കാണേണ്ടി വരും. അപ്പൊ അത് പോകുന്നതിൽ ഇവർക്കൊക്കെ മനസ്സുകൊണ്ട് വളരെ ഹാപ്പിയാണ് ഇവര്. പക്ഷെ ആ രാജ്യത്തേക്ക് അമേരിക്കയുടെ ഒരു കടന്നുകയറ്റം ഇവരാരും അംഗീകരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് കൃത്യമായ ഒരു നിലപാട് ഇന്ത്യയുടെ ഒരു നിലപാട് എല്ലാവരും നോക്കിയിരുന്നു. എന്താണ് ഇനി ഇന്ത്യയുടെ നിലപാട്? ഇന്ത്യ ഈ വാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇന്ത്യ കൃത്യമായി തന്നെ പറഞ്ഞു, രണ്ടും ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾ തന്നെയാണ്, മാറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർക്കുക എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അതുകൂടാതെ തന്നെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ശ്രീ നരേന്ദ്രമോദി അമേരിക്കൻ യാത്ര ഒഴിവാക്കുകയും ചെയ്തു, ട്രംപിന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ട്രംപ് സ്വാഭാവികമായി പറയുമായിരുന്നു ഇറാനെ ആക്രമിക്കണമെന്ന് ഇന്ത്യ പറഞ്ഞു. അതെല്ലാം ഒഴിവാക്കി. അത് മാത്രവുമല്ല, ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാൽ നാളെ എന്താകും മാധ്യമങ്ങൾ പറയുക? സ്വാഭാവികമല്ലേ? ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയാൽ എന്ത് സംഭവിക്കും? ഇനി വേണ്ട, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇറാനിൽ പോയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ പോകാൻ കഴിയുമോ? കാരണം 2 സൗഹൃദ രാജ്യങ്ങൾ ഇരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് ഒരു വ്യക്തിക്ക് പോകാൻ കഴിയും? നമുക്ക് 2 കൂട്ടുകാരുണ്ട് എന്ന് കരുതിയിട്ട് 2 കൂട്ടുകാരും അടി വെക്കുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ കൂട്ടുകാരനെ പിന്തുണയ്ക്കുന്നവന്റെ വീട്ടിൽ നമുക്ക് പോകാൻ കഴിയുമോ? കഴിയില്ല. ഇവർ രണ്ടുപേരും ഒന്നിച്ചു പോകണമെന്ന് പറയുന്നവരാണ്. ചൈന ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇറാനെല്ലാം സഹായം ചെയ്യാൻ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. റഷ്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വിഷയം മാറുമെന്നുള്ളത്. ഈ ഉക്രൈൻ റഷ്യ വാർ എല്ലാവരും പറയാം, റഷ്യ കളിയാക്കാറുണ്ട്, എന്തുകൊണ്ടാണ് റഷ്യ വലിയ പവറായിട്ട് അടിക്കാത്തത് എന്നുള്ളത്. അത് നമ്മൾ മുമ്പും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഉക്രൈനെ അടിക്കാത്തതിന്റെ കാരണം അവരുടെ വൈകാരികമായ ചില പ്രശ്നങ്ങളുണ്ട്. 20% റഷ്യൻസ് ആണ് ഉക്രൈനിലുള്ളത്. അതുകൂടാതെ തന്നെ റഷ്യക്ക് വൈകാരികമായ ബന്ധമുണ്ട്, പഴയ USSR തന്നെയാണ്. ആ ഉക്രൈനിൽ ഒരു വലിയ ക്യാഷ്വാലിറ്റിയിലേക്ക് റഷ്യ പോയി കഴിഞ്ഞുള്ള കുഴപ്പം, ഈ റഷ്യക്കകത്തുള്ള ജനം തന്നെ പുട്ടിനെതിരെ തിരിയും. കാരണം അവരുടെയൊക്കെ തന്നെ രക്തമാണത്. അതാണത്. ഇറാനിലേക്ക് വരുമ്പോൾ ആ ഒരു വിഷയം റഷ്യയെ സംബന്ധിച്ചില്ല. ഇറാനിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേനും അവരെ സംബന്ധിച്ച് ആ ഭൂമി കൈവിട്ടു പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്. അവരത് കണ്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. റഷ്യ അവിടുന്ന് കെട്ടിക്കാനാണ് ഈ അമേരിക്ക അവിടെ എത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ നടന്നിട്ടുള്ളത്. പക്ഷെ അതിൽ ആ ഒരു നീക്കം അമേരിക്കയെ മുന്നിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക മുൻപെങ്ങുമില്ലാത്ത വിധം പാകിസ്ഥാനെ കൂട്ടിപ്പിടിക്കുന്നത്. പാകിസ്ഥാന്റെ മുനീറിനെ കാണുന്നു, ചർച്ച നടത്തുന്നു. പക്ഷെ മുനീർ അവിടുന്ന് എസ്കേപ്പ് ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോ അവിടുത്തെ മാധ്യമങ്ങൾ എഴുതി ഇറാനിലെ വ്യോമത്താവളങ്ങൾ അമേരിക്കക്ക് അവിടെ 2 കാര്യങ്ങൾ നടന്നെന്നാണ് ഇപ്പോ പറയുന്നത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുനീറിന് വന്നപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ തലക്കെട്ട് കൊടുത്തിരുന്നത് ഇറാനിലെ വ്യോമത്താവളങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ പെർമിഷനും അമേരിക്ക വാങ്ങിയെന്നാണ്.
പക്ഷേ ഇറാനിലെ വ്യോമത്താവളങ്ങളോ അതിനുശേഷം പാകിസ്ഥാനിലെ സോറി വ്യോമത്താവളങ്ങളോ? സോറി ആ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാനുള്ള ആ. അനുമതിയാണ് മുനീറിനെ അല്ല തേടിയെന്നുള്ളതാണ്. അത് പക്ഷെ മുനീർ അത് അതിന് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള ഈ RIC ട്രോയ്ക്കയെ കുറിച്ച് ഞാൻ പറയാനുള്ള ഒരു കാര്യം ഇതാ, ഈ ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണല്ലോ. അപ്പൊ പാകിസ്ഥാനിൽ ഒരു വ്യോമത്താവളം അമേരിക്ക ഉപയോഗിക്കാൻ കൊണ്ടുവരുന്നു, എഴുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ചൈന ഇതിനെ ഏത് രീതിയിൽ കാണും എന്ന് പാകിസ്ഥാന് യാതൊരുവിധ ഒരു എന്താ പറയാ ഒരു ആശങ്കയുമില്ലേ? കാരണം ചൈന ഒരുപാട് പൈസ പാകിസ്ഥാന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടല്ലോ. നിലവിൽ ഈ അമേരിക്കയുടെ വ്യോമത്താവളം പാകിസ്ഥാനിലുണ്ട്. അതിപ്പോ വർക്കിംഗ് അല്ല, ഫങ്ഷൻ അല്ലെന്നേ ഉം ഉള്ളൂ. അത് ഉം മാത്രവുമല്ല, ഇത് ഈ ഇറാനെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ വ്യോമത്താവളം അമേരിക്കയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച നടന്നതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷെ ഉം അതിനുശേഷം ചില വാർത്തകൾ സംഭവിച്ചു. അതിന് അമേരിക്കയിലുള്ള മുനീർ പിന്നെ നേരെ എങ്ങോട്ടാണ് പോയത്? പ്രവാസികളായ പാകിസ്ഥാൻ സംഘടനകളുടെ വിരുന്നിലേക്കാണ് പോയത്. വിരുന്നല്ല, സമ്മേളനത്തിലേക്കാണ് പോയത്. അവിടെ ഉം വെച്ച് മുനീർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇറാനിലൂടെ കട്ടക്ക് നിൽക്കും, ഇറാനാണ് എല്ലാ പിന്തുണയെന്ന് പറഞ്ഞു. അതല്ലാതെ ഈ പാകിസ്ഥാന്റെ മണ്ണ് വേറെ ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വേറൊരു ഡീല് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അതൊരു ഉം വലിയ വഴിത്തിരിവിലേക്ക് എത്തുന്ന ഒരു ഡീലാണ്. അതില് ഉം പാകിസ്ഥാന്റെ വ്യോമത്താവളത്തിലും സൈനിക കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് നേരിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ മുനീർ കൊടുത്തിട്ടുണ്ട്. അതിന് ഉം പകരം അമേരിക്ക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും ഫണ്ടും പാകിസ്ഥാൻ നൽകാമെന്നൊരു ഉറപ്പും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഡീൽ അവിടെ ഓ വന്നിട്ടുണ്ട്. ചൈനയുമായിട്ട് പാകിസ്ഥാൻ അകന്നു തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാരണം ഈ സിന്ദൂറിന്റെ ഒക്കെ തൊട്ട് മുൻപ് തൊട്ട് തന്നെ അമേരിക്കയുടെ ഡീലുകളും അവിടെ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രംപിന്റെ മകനുമായിട്ടുള്ള ഡീൽസും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് കൂടിയാണ്, ഉം ഒരുപക്ഷെ ധനുഷ് ഓർക്കുന്നുണ്ടാകും, അവരുടെ ഉപപ്രധാനമന്ത്രി ചൈനയിൽ പോയായിരുന്നു. അയാളുടെ ആ ഉണ്ട് ബസ്സിലാണ് ഉണ്ട്. കയറ്റിക്കൊണ്ട് പോയതും അതെ അതെ അതെ. ഒരു സ്വീകരണം കൊടുക്കുക. അപ്പൊ അത് ആ റെഡ് കലിപ്പിന്റെ കാർപ്പറ്റ് പോലുമില്ല. ഭാഗമായിട്ടായിരുന്നു ആ ഒരു കലിപ്പിന്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈന കാര്യമായി യാതൊരു ഇടപെടലും നടത്തിയിരുന്നില്ല. ഒരു 12 അന്തർവാഹിനികൾ വേണമെന്നുള്ള പാകിസ്ഥാന്റെ ആവശ്യം പോലും അവിടെ നിരാകരിച്ചു. അതിനിടയിൽ ഉം പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ വിമാനങ്ങളൊക്കെ ചൈനയുടെ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ അതിന് ചൈന ഒരു റെസ്പോൺസ് ചെയ്തു. കാരണം ചൈനയ്ക്ക് അറിയാം അത് വെറുതെ ഒരു പ്രസ്താവന മാത്രമാണ്, അതിലൊന്നും കൊത്താൻ പോയില്ല. പക്ഷെ ഇറാന്റെ ഉം വിഷയം വരുമ്പോൾ ചൈന കുറച്ചുകൂടെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഒരു കർശനമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. പാകിസ്ഥാന്റെ കാര്യത്തിൽ കണ്ണടച്ചിരിക്കുന്നല്ലാതെ ഒരു അക്ഷരം മിണ്ടിയില്ല. യുദ്ധം ഈ അടിയും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ചൈന പറഞ്ഞു അത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്വാഭാവികമായി പറഞ്ഞു. കാരണം ചൈനയ്ക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു ഇത് പാകിസ്ഥാൻ വിട്ടു തുടങ്ങിയിരിക്കുന്നു ചൈനയുടെ നിന്ന്. അവർക്ക് കൃത്യമായി തന്നെ മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഉം ഈ യുദ്ധാനന്തരം അവിടേക്ക് എത്തിയ വിമാനങ്ങൾ അമേരിക്കയുടേതായിരുന്നു. അവരുടെ ഈ പറയുന്ന ഹിരാന ഹിൽസിൽ ഡാമേജ് ഉണ്ടായതിനെയൊക്കെ നോക്കാനായിട്ട് അമേരിക്കയുടെ അത് വലിയ വാർത്തയുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. ഈ ഒരു ഘട്ടത്തിലേക്ക് ഈ RIC സഖ്യം, നമ്മൾ മുൻപ് ഇവിടെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് RIC. എനിക്ക് തോന്നുന്നു ഒരു ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഇന്ത്യ, ആയിട്ടുണ്ട്. റഷ്യ, ചൈന എന്ന് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതെ. അതിന്റെ 20ഓളം ചർച്ചകൾ ഇതുവരെ നടന്നു കഴിഞ്ഞു എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ മാസം പറഞ്ഞത്. ഞങ്ങൾ ഉം നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വിദേശ മന്ത്രിമാരും അവരുടെ പ്രതിനിധികളുമായിട്ട് 20ഓളം ചർച്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ ഇത് വീണ്ടും, ഇത് ഓൾറെഡി ഈ സഖ്യം ഉണ്ടായിരുന്നതാണ്, പുതിയ സഖ്യമല്ല ഇത്, ഉണ്ടായിരുന്നു. അതിനിടയിൽ റഷ്യ അത് ഈ ഒന്ന് തകരാൻ അല്ലെങ്കിൽ നിർജീവമാകാൻ ഒരു കാരണം എന്ന് വെച്ചാൽ, ഗാൽവാൻ താഴ്വരയിൽ 2020 ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. അവിടം കൊണ്ടാണ് ഇത് നിന്നുപോയി, നിർജീവമായി. അതാണ് ഇപ്പൊ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പുനരുജ്ജീവിപ്പിക്കേണ്ട ആവശ്യകത ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്കും കൂടിയിരിക്കുകയാണ്. അത് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചൈനയെ സംബന്ധിച്ച് അവരുടെ ഈ സാമ്പത്തിക അടിത്തറയ്ക്കൊരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ട്രംപിന്റെ ഈ താരിഫ് യുദ്ധം. അത് മാത്രവുമല്ല, എല്ലായിടത്തും ട്രംപ് ഇടപെടുന്നതും പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി കൂടുതൽ ചങ്ങാത്തം പ്രാപിക്കുന്നതുമൊക്കെ ചൈനയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, എക്കണോമിസ്റ്റ് ടൈംസ് അടക്കം കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ അവർ പറയുന്നുണ്ട്, ചൈന ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുമായിട്ടാണ് എന്ന്. അത് ഇന്ത്യയുമായിട്ട് അവരുടെ വ്യാപാര ബന്ധം മെച്ചപ്പെട്ടു. അത് മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളുടെ ഇതിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ കാര്യമായി നിൽക്കുന്നു. അതായത് ചൈനയെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ ഒരു ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ കയറ്റിവിടാം. കാരണം താരിഫിന്റെ ഒക്കെ ഒരു ഇളവും മറ്റുമൊക്കെ കിട്ടും. അങ്ങനെ ഒരു ചർച്ചകളും നടക്കുന്നുണ്ട്. അതാണ് അവരുടെ വിഷയമെങ്കിൽ, റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഈ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പിടിവിട്ട് പോയി കഴിഞ്ഞാൽ റഷ്യക്ക് പിന്നെ വലിയ റോള് ഈ ലോക ക്രമത്തിൽ ഇല്ലാതായി മാറും. അത് റഷ്യ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് അമേരിക്ക വരുന്നത് അത്ര ആശ്വാസകരമായ കാര്യമല്ല.
കാരണം ഭീകരവാദമൊന്നും അതുകൊണ്ട് തീരുമെന്നുള്ളതല്ല. പിന്നെ അമേരിക്ക അവിടെ നിലനിന്നുകൊണ്ട് നടക്കുന്ന ഭീകരവാദമായിരിക്കാം ഇതിങ്ങനെ കിടക്കുന്നു. ഇനിയും ഒരു ചാൻസ് കൂടി ഇതിൽ കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു നിലയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇസ്രായേൽ ഇന്ത്യ ഒരു ടൈപ്പ് കൂടി ഇതിന്റെ ഇടയ്ക്ക് വളരെ ശക്തമാകുകയും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇനി ഒരു വാർ ഈ പശ്ചിമേഷ്യയിലോ ഏഷ്യയിലോ നടക്കാമെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനായിരിക്കും. പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുള്ള യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിൽ വിചിത്രമായ ഒരു കൂട്ടുകെട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇസ്രായേൽ, ഇന്ത്യ, ചൈന, റഷ്യ എന്ന ഒരു ത്രയം, അല്ലെങ്കിൽ ഒരു ത്രയം എന്ന് പറയാൻ പറ്റില്ല, 4 പേരുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് അതിന്റെ പിന്നിലുണ്ടാകും. പക്ഷെ ചൈന സൈലന്റ് ആകാം. ഇസ്രായേലും ഇന്ത്യയും റഷ്യയും നേരിട്ട് തന്നെ അതിൽ ഇടപെട്ടു എന്നും വരാം. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് അമേരിക്ക ആയതുകൊണ്ട്. അങ്ങനെ ഒരു സാധ്യതകളാണ് ഇനി വളരെ കൂടുന്നത്. കാരണം ഈ 3 രാജ്യങ്ങളുടെ സഖ്യം വളരെ സ്ട്രോങ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കുറഞ്ഞ പക്ഷം ഏഷ്യയിലെങ്കിലും അവർക്ക് അവരുടെ അധീനശം അല്ലെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കേണ്ട സമയം അവർക്ക് ആയിരിക്കുന്നു. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ മൈൻഡ് ചെയ്യാതെ ഇന്ത്യ മുൻപോട്ട് പോകുന്നത്. നാളെ ഇതുവരെ ചിന്തിക്കാൻ പോലും കഴിയില്ല. മുമ്പ് നമ്മുടെ ഒരു പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി 5 ദിവസം കിടന്നു അവിടുത്തെ പ്രസിഡന്റിനെ കാണാനായിട്ട്. 5 ദിവസം വെയിറ്റ് ചെയ്തു അവിടെ പോയിട്ട്. ഇന്ന് അതല്ല, അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചിട്ട് പോലും പോകാത്തൊരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ പണി നോക്കാൻ പറയുന്ന പ്രധാനമന്ത്രിയാണ് ഉള്ളത്. എസ് ജയശങ്കർ മുൻപ് പറഞ്ഞത് അമേരിക്ക ഭയമുള്ള രാജ്യങ്ങൾ കാണും, പക്ഷെ ഇന്ത്യ ആ കൂട്ടത്തിൽ കൂട്ടരുതെന്നാണ് പറയുന്നത്. ഇവിടെ ശക്തമായ ഒരു റോളിലേക്കാണ് ഈ 3 രാജ്യങ്ങൾ വരുന്നത്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഒരു ചോദ്യം വരും, ചൈനയെ നമ്പാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും നമ്പാൻ പറ്റുന്ന ഒരു രാജ്യമേ അല്ല. അവർക്കും നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സഹായം ഇപ്പോൾ അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിൽ അത് വർദ്ധിച്ചിരിക്കുന്നു. കാരണം കച്ചവടം നടക്കണ്ടേ? കച്ചവടം നടക്കാൻ യുദ്ധം എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് പൈസ ഉണ്ടാകില്ലല്ലോ. യുദ്ധം ഏത് രാജ്യത്തെ സാമ്പത്തികമായിട്ട് പിന്നോക്കം അടിക്കും. അതിന്റെ ഇന്ത്യ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇന്ത്യയും പാകിസ്ഥാനോടുള്ള ഈ വാർ ഒരു 6 മാസം നീണ്ടുപോയാൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളതിന് വലിയ വിലക്കയറ്റം തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ആരവം മുഴക്കുന്നവരൊന്നും കാണില്ല. അവർ തിരിച്ചു പറയും, എന്തൊന്നും വിലക്കയറ്റമായത്, എന്തൊരു സർക്കാരായതെന്ന് പറയും. അതാണ് യുദ്ധം ഉണ്ടാക്കുന്നവരുടെ ആഗ്രഹം. ഇല്ലെങ്കിൽ ഈ ഭീകരവാദം ഉണ്ടാക്കുന്നവരുടെ പ്രശ്നം അത് തന്നെയാണ്, സാമ്പത്തികമായി തകർക്കുക. അതാണ് ഈ ഭീകരവാദം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇത് തന്നെയാണ് നടക്കുന്നത് ഇവിടെ. ആകെ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് 24 hours അടിച്ചു നിൽക്കാൻ പറ്റുന്ന, ഈ യുദ്ധം കൊണ്ട് നിൽക്കുന്ന ഒറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. കാരണം അവരെ സംബന്ധിച്ച് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അവർ തന്നെ ഉണ്ടാക്കുന്നു, അവർ തന്നെ കൊണ്ടിടുന്നു. അങ്ങനെയാണ്. അവരെ ഒരു സാമ്പത്തിക ശക്തിയാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും അവർ നടത്തുന്നില്ല. അവർക്ക് ജീവിച്ചു പോകണം. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് സുരക്ഷയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കണം. ഇനി പഴയതുപോലെ അരയാൻ പറ്റില്ല, അവർക്ക് രാജ്യമില്ലാതാകാൻ പറ്റില്ല, ഛിന്ന ഭിന്നമാകാൻ പറ്റില്ല. കാരണം ലോകത്തെല്ലായിടത്തും ഇന്ന് ജൂതൻ ശക്തനാണ്. അപ്പൊ അവർക്ക് ജീവിച്ചാൽ മാത്രം മതി, സ്വതന്ത്രമായി ജീവിക്കണം, അവരുടെ വരും തലമുറയ്ക്ക് സേഫ് ആകണം. അതുകൊണ്ട് തന്നെ അവരെന്നും പോരാട്ട ഭൂമിയിലാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഒന്നും അതല്ല പ്രശ്നം. നമുക്ക് നിലനിൽക്കുക, മുൻപോട്ട് പോവുകയും വേണം. ഒപ്പം തന്നെ നമ്മളെ കണക്ക് 140 കോടി ജനമുള്ള ഒരു ജനതയ്ക്ക് ഒരു സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും വികസന പുരോഗതിയും ഉണ്ടാകണം. ഇന്നലെ വിശ്വവിഖ്യാതമായ ഒരു ചാനലിലെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, GDP വളർന്ന് ജപ്പാനെ മറികടന്നിട്ട് നമ്മൾ സമ്പന്നരായോ എന്നുള്ളത്. എന്തൊരു ഊളയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. 140 കോടി ജനമുള്ള ഈ രാജ്യത്ത് എല്ലാവരും സമ്പന്നന്മാരാകണമെന്ന് സ്വപ്നം കാണുന്ന ഇവനെയൊക്കെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറയേണ്ട കാര്യം. ആദ്യം ആ പറഞ്ഞ പാർട്ടിയും ടീമും ചെയ്യേണ്ടത് ജനസംഖ്യ കുറയ്ക്കാൻ കുറച്ചൊക്കെ സഹായിക്കുക. നാം രണ്ടും നമുക്ക് രണ്ടെന്നുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുക. അല്ല, 150 കോടി ജനം ഇനി GDP നമ്മൾ 10 ശതമാനത്തിലേക്ക് ഉയരുകയും ലോകത്തെ 2-ാം നമ്പർ ശക്തി ആകുകയെങ്കിലും ചെയ്താൽ പോലും എല്ലാവരും പണക്കാരാകില്ല. കാരണം എന്താണ്? ജനസംഖ്യ അനുപാതകമായിട്ടല്ലേ ഇത് വീതിച്ചു കൊടുക്കേണ്ടത്. അത് എങ്ങനെയാണ് വീതിച്ചു കൊടുക്കാന്ന് വെച്ചാൽ അവിടെ കൈ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് നമുക്ക് കണക്ക് കൂട്ടാൻ അങ്ങനെയല്ലേ പറ്റൂ. അപ്പൊ 140 കോടി ജനം 4-ാം സ്ഥാനത്തെത്തിയാൽ, അതായത് കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു ഫൂളിഷ് ആയിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെ പറയുന്നവരുടെ നാടാണിത്. പിന്നെ ആ ഒരു സ്ഥാപനം ആയതുകൊണ്ടും അതിലെ ആളുകൾ ആയതുകൊണ്ടും പിന്നെ ആർക്കും ഒന്നും ഇല്ല, അതിപ്പൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ അത്രയെങ്കിലും നമ്മൾ എത്തി, ഒരുപാട് കാര്യത്തിൽ നമ്മൾ വികസനം എത്തി. നമുക്ക് ഇനി ഒരുപാട് മുന്നേറാനുണ്ട്. നമ്മളുടെ ജനങ്ങളുടെ പോവർട്ടി നമ്മളിപ്പം ദാരിദ്ര്യം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് മുന്നേറാനുണ്ട്. നമുക്കപ്പോൾ എല്ലായിടത്തും പോയി യുദ്ധത്തിനോ ഇല്ലെങ്കിൽ എല്ലായിടത്തും പോയി തലയിടാനോ ഒന്നും നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ നമുക്കിപ്പോൾ നോക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ചൈനയെ സംബന്ധിച്ച് നോക്കിക്കേ, വളരെ ബുദ്ധിമാന്മാരാണ് അവർ. അവർ ഏതെങ്കിലും ഒരു വാറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഈ വാറിൽ ആർക്കെങ്കിലും സഹായം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവർ ശരിക്കും വലിയ, കാരണം അവരുടെ പൈസ മുടക്കിയിട്ട് ആർക്കും അവർ ഹെൽപ്പും ചെയ്യില്ല, ആരും ചെയ്യില്ല. പിന്നെ അമേരിക്ക എല്ലാവർക്കും വേണ്ടി അവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവർ ഇടപെടുന്നത്. അവിടെ കൊണ്ട് ഇത്രയും വിമാനവും കാര്യങ്ങളൊക്കെ കൊണ്ട് ലോഞ്ച് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു അഡ്വർടൈസ്മെന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങളിൽ ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്,
ഇങ്ങനത്തെ പുതിയ വിമാനങ്ങളുണ്ട്, സ്റ്റെൽത്ത് ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടല്ലോ. ഡെമോൺസ്ട്രേഷൻ ആയിരിക്കാം ഒരു പക്ഷെ, അങ്ങനെയും ഉണ്ടല്ലോ ഇതിനകത്ത്. കച്ചവടം ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച്. അമേരിക്ക എവിടെ ഒരു വാറിന് പോയാലും അതിന്റെ പിന്നിൽ കച്ചവട താല്പര്യം. ഒന്നുകിൽ ആ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ആ ഭൂമി കൊണ്ട് അടുത്ത ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കും. ഇതില്ലാന്നുണ്ടെങ്കിൽ ആയുധ കച്ചവടം, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ വരാൻ പോകുന്ന ഒരു വലിയ സഖ്യം ഇത് തന്നെയാണ്. അതിനധികം വൈകില്ല. ആ സഖ്യത്തിന്റെ ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഈ യുദ്ധത്തെ ഞാൻ കാണുന്നത്. ഇപ്പോൾ തന്നെ അതിന്റെ മൂവ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചൈന പരോക്ഷമായിട്ടെങ്കിലും ഇപ്പോൾ, പരോക്ഷമല്ല പ്രത്യക്ഷമായിട്ട് തന്നെ ചൈന ഇപ്പോൾ അമേരിക്കയ്ക്ക് എത്തിക്കുന്നു. റഷ്യ പുടിൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ നിന്ന് പിന്മാറിയിട്ടില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പോകാന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു ചിഹ്ന ഭിന്നമാകുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെയാണ്. ഇന്ത്യയും അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വലിയ അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവും ഒന്നും പറയാനും എടുക്കാനും ഒന്നും പോയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മോദി ട്രംപിന്റെ ക്ഷണം നിരസിച്ചത്. താങ്ക് യു ചേട്ടാ.